മഴ തോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുടെ സമ്മതത്തിന് വഴങ്ങി മാമച്ചനെയും ഗ്രേസമ്മയെയും കാണാൻ പോവാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സ്റ്റാൻലി. സ്റ്റാൻലിക്കും അലീനയ്ക്കുമൊപ്പം താനുമുണ്ടെന്ന് വാശി പിടിക്കുകയായിരുന്നു രോഹിത്. അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല രോഹിത്തെ, നിന്നെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകില്ലെന്ന്. സ്റ്റാൻലിക്കൊന്നും മനസ്സിലാവാതെ സ്റ്റാൻലി ഇവർ രണ്ടാളും പറയുന്നത് നോക്കി നിൽക്കുകയാണ്. അലീന ഒരുപാട് സമയം അവനും അലീനയും തമ്മിൽ എന്നെ കൊണ്ടുപോകണമെന്നും കൊണ്ടുപോവില്ലെന്നുമുള്ള തർക്കത്തിനൊടുവിൽ അലീന കൊണ്ടുപോയില്ലെന്ന് കർശനമായി പറഞ്ഞുകൊണ്ട് തന്നെ അലീന വീടിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്തേ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലെന്ന് ചേച്ചി നിന്നോട് ഇത്ര കർശനമായി പറയാനുള്ള കാരണമെന്ന്. സ്റ്റാൻലിയോടായിട്ട് രോഹിത് പറയുന്നുണ്ട്, അത് കുറച്ച് വലിയ പ്രശ്നം തന്നെയാണ് അങ്കിളെ, എങ്കിലും ഇപ്പോൾ പറയുന്നില്ല. അങ്കിൾ എന്നെ കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ പോകുന്ന യാത്രയിൽ ഞാനതൊരു കഥയായിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ പറയാതെ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, എങ്കിലും അതിൻ്റെ കഥ കേൾക്കണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന്. അപ്പോൾ രോഹിത് പറയാണ്, എന്നെ കൊണ്ടുപോകുമെങ്കിൽ അത് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് അലീന വിളിക്കുകയാണ്, പപ്പയെ ചാച്ചൻ വിളിക്കുന്നുണ്ട്, എന്തോ സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനാണെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ തന്നെ സ്റ്റാൻലിയും രോഹിത്തും കൂടി വീടിനകത്തേക്ക് കയറി പോവുകയാണ്. ചാച്ചൻ അവിടെ സോഫയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചാച്ചൻ എന്തോ ചിന്തയിലും ആലോചനയിലൊക്കെയാണ്. ചാച്ചനപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നുവെന്ന്. അപ്പോൾ രോഹിത്തിനായിട്ട് പുറത്ത് സംസാരിച്ച് നിൽക്കുകയായിരുന്നുവെന്നും സ്റ്റാൻലി മറുപടി പറയുകയാണ്. അപ്പോൾ ചാച്ചൻ്റെ ടെൻഷനൊക്കെ കാണുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ചാച്ചന് എന്നാ പറ്റി, എന്തോ വലിയ ആലോചനയിൽ ഇരിപ്പിലൊക്കെ തന്നെയാണല്ലോ, എന്നതാ ചാച്ച കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രശ്നം എന്നതാണെന്ന് നിനക്കറിയാൻ മേലാഞ്ഞിട്ടാണോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ എന്നും ചാച്ചൻ സ്റ്റാൻലിയോടായി ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ചാച്ചൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ല. ചാച്ചൻ വല്ലാതെ ഉരുണ്ട് കളിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ, എന്നോട് എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് പറയാലോ എന്ന് പറയുകയാണ്. അപ്പോൾ ചാച്ചനും സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യം നീ മുൻപേ അവസാനിപ്പിച്ചൊരു ചാപ്റ്റർ തന്നെയാണ്, പക്ഷെ എങ്കിലും ഞാനൊരപ്പച്ചനായി പോയില്ലേ, ജീവനോടുകൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ സ്റ്റാൻലി ചാച്ചനോട് ചോദിക്കുകയാണ്, ചാച്ചൻ എന്നോട് പറയാനുള്ളത് റാണിമോളുടെ കാര്യമാണോ എന്ന്. അപ്പോൾ ചാച്ചൻ അതേ അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് സോഫയിൽ നിന്നും എണീറ്റ് സ്റ്റാൻലിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലി അപ്പോൾ ചാച്ചനെ സമാധാനിപ്പിച്ചുകൊണ്ട് തോളിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ചാച്ചൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരുടെ കാര്യത്തിൽ ഉടനെ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. സ്റ്റാൻലിയുടെ ആ വാക്കുകൾ ചാച്ചനിൽ വല്ലാത്ത അത്ഭുതമാണ് ഉണ്ടാക്കിയത്. കാരണം സ്റ്റാൻലി ഒരുപാട് നാളുകളായിട്ട് റാണിമോളെക്കുറിച്ചും റാണിമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചിട്ടും ഒന്നും അന്വേഷിക്കാറും ചോദിക്കാറും പറയാറും ഒന്നുമില്ല. അവളെ വന്ന് കാണും, അവളോട് സംസാരിക്കും, തിരിച്ചു പോകുമെന്നല്ലാതെ അവളുടെ ജീവിതം ഇനി എങ്ങനെയാണ്, ഏത് വഴിക്കാണ് എന്നൊന്നും സ്റ്റാൻലി ചിന്തിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റാൻലിയിൽ വന്ന മാറ്റം അദ്ദേഹത്തെ വല്ലാതെ അതിശയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വളരെ സന്തോഷവുമായി. ചാച്ചനെ നല്ലപോലെ അറിയാം. റോബർട്ട് ആണെങ്കിൽ അവന് ഒരു കാര്യത്തിനും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരാളാണ്. എപ്പോഴും മദ്യപിക്കുക, വീട്ടിൽ കിടക്കുക, ഉറങ്ങുക, അങ്ങനത്തെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തൻ്റെ കാലശേഷം റാണിമോളുടെ ജീവിതം എന്തായിത്തീരുമെന്ന ആദി എപ്പോഴും ചാച്ചനിലുണ്ടായിരുന്നു. സ്റ്റാൻലി അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചാച്ചൻ ഒരിക്കലും ചിന്തിക്കേണ്ടി വരില്ലെന്നും ചാച്ചന് നന്നായിട്ട് അറിയാം. കാരണം തന്നേക്കാൾ നന്നായിട്ട് തൻ്റെ സഹോദരിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും പക്വതയും പ്രാപ്തിയും എല്ലാം സ്റ്റാൻലിക്ക് മാത്രമാണുള്ളതെന്നും ചാച്ചന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ചാച്ചൻ്റെ കയ്യിൽ നിന്നും വന്ന വീഴ്ച കൊണ്ട് മാത്രമാണ് റാണിമോളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇങ്ങനെയൊക്കെ കാരണക്കാരനായതെന്ന് നല്ല ബോധം ചാച്ചന് ഉണ്ടായിരുന്നു. കാരണം റാണിമോളെ വിവാഹം കഴിപ്പിക്കരുതെന്നും അവളെയും അവളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കാനുള്ള സ്വത്തും പണവും പ്രാപ്തിയും ഒക്കെ നമുക്കുണ്ടെന്നും ഒരുപാട് വട്ടം സ്റ്റാൻലി നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടും അവൻ്റെ ആ വാക്ക് മാത്രം ആരും അനുസരിക്കുകയോ വിലവെക്കുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെ എല്ലാ ദോഷവും ഇപ്പോൾ അനുഭവിക്കുന്നത് റാണിമോള് മാത്രമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ചാച്ചൻ ഇപ്പോഴും കർക്കശക്കാരൻ തന്നെയാണ് കേട്ടോ. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചാച്ചൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല.
ഒരു പക്ഷേ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് റാണിമോൾക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ഇപ്പോൾ റാണിമോൾക്കുള്ളത്. അത് ഒരു 50% അലീന വന്നപ്പോൾ മാറുകയും ചെയ്തു. അതിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാം അവളുടെ കുഞ്ഞാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഏക മാർഗവും ചാച്ചൻ തന്നെയാണ്. ചാച്ചന് മാത്രമേ അറിയത്തുള്ളൂ ആ കുഞ്ഞ് ഏത് വഴിക്ക് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നൊക്കെ. ആ കുഞ്ഞ് ഇല്ലാതെ തന്നെ റാണിമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കണമെന്ന തീരുമാനത്തിലാണ് ചാച്ചൻ. ചാച്ചൻ്റെ ചിന്തകൾക്കൊടുവിൽ പെട്ടെന്നാണ് ചാച്ചനോട് സ്റ്റാൻലി ചോദിക്കുന്നത്, ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇറങ്ങും ചാച്ച. ഒരു 5 മണിയാകുമ്പോഴത്തേന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6-6:30 ആകുമ്പോഴത്തേനും പതിയെ അങ്ങ് വീട്ടിലെത്താമല്ലോ. അല്ല, ചാച്ചൻ്റെ തീരുമാനം എന്താ? ചാച്ചൻ ഞങ്ങളോടൊപ്പം പോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചാച്ചൻ പറയുന്നുണ്ട്, ഞാൻ പിന്നെ നിങ്ങളോടൊപ്പം പോരാതെ ഞാൻ എന്നാ കാണിക്കാനാ? അവിടെ ആവുമ്പോൾ അലീന കൊച്ചും ഇപ്പോൾ ഈ രോഹിത്തൊക്കെ ഉണ്ടല്ലോ എനിക്ക് കൂട്ടായിട്ടും സംസാരിക്കാനൊക്കെ ആയിട്ട്, ഞാനും പോരാന്നേ എന്ന് പറയുകയാണ്. അത് പറയുമ്പോൾ സ്റ്റാൻലി ചാച്ചനെ നൈസായിട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. കാരണം ചാച്ചനെ കൂട്ടി അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അവർ തയ്യാറായി നിൽക്കുന്ന യാത്രയിൽ ചാച്ചനോട് കള്ളം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ ചാച്ചനോട് പറയുന്നുണ്ട്, ചാച്ചൻ എന്തായാലും ഇന്ന് വരണ്ട, നാളെ ഞങ്ങൾ രോഹിത്തിനെ അവിടെ കൊണ്ടുപോയി ആക്കാനായിട്ട് അതിരാവിലെ തന്നെ പോവുകയാണ്. അപ്പോൾ ചാച്ചൻ ഇന്ന് വരണം എന്നില്ല, നാളെ ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം ചാച്ചനെ ഞാനിവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയോ, അല്ലെങ്കിൽ പിന്നെ ചാച്ചൻ ഏത് ദൂരം വരെയും കാർ ഓടിച്ച് പോകുന്ന ആളല്ലേ, അപ്പോൾ ചാച്ചൻ അങ്ങ് എത്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാച്ചൻ ചോദിക്കുന്നുണ്ട്, രോഹിത്തിനെ കൊണ്ടുപോയി ആക്കാനായിട്ട് നിങ്ങൾ പോകണമെന്നുണ്ടോ? അവൻ വന്ന പോലെ തന്നെ ഒരു ഊബർ വിളിച്ച് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ രോഹിത് മണ്ടനാണെങ്കിൽ ഈ സ്റ്റാൻലി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്കിളെ എന്നെ കൊണ്ടുപോയൊന്നും ആക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഊബർ ബുക്ക് ചെയ്ത് ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി ഇവനെ നോക്കിയിട്ട് ഈ മണ്ടനെ കൊണ്ട് തോറ്റു എന്ന അർത്ഥത്തിൽ സ്റ്റാൻലി രോഹിത്തിനെ നോക്കുകയാണ് കേട്ടോ. രോഹിത്തിന് അപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചാച്ചനും ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണല്ലോ ഞാനും ഈ പറയുന്നതെന്ന്. അപ്പോൾ സ്റ്റാൻലി പതിയെ ചാച്ചൻ കാണാതെ തന്നെ രോഹിത്തിനെ നേരെ തിരിഞ്ഞു നിന്ന് കണ്ണ് അടച്ചിങ്ങനെ കാണിക്കുന്നുണ്ട്, താൻ പറയുന്നത് കള്ളാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴാണ് രോഹിത്തിന് കാര്യം മനസ്സിലായത്. മാമച്ചായൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം ചാച്ചനെ അറിയിക്കാതെയാണ് സ്റ്റാൻലി അങ്കിൾ പോവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ രോഹിത്ത് പറയുകയാണ്, ഓ അല്ലെങ്കിൽ വേണ്ട, ചേച്ചി അവിടെ കൃഷ്ണമോളൊക്കെ കാണാനായിട്ട് കാത്തിരിക്കുകയാണല്ലോ, അപ്പോൾ ചേച്ചിയും ഞാനും അങ്കിളും കൂടിയും പോയാൽ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചു പോരുകയും ചെയ്യാം, ചേച്ചിയെ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാച്ചൻ അടുത്തടവെടുക്കുകയാണ്. ചാച്ചൻ പറയുന്നുണ്ട്, എന്നെയും കൂടിയും കൊണ്ടുപോയാൽ എന്താടാ, അപ്പോൾ എനിക്കും കൂടിയും കാണാമല്ലോ ഇവളുടെ നാടും വീടും ഇവളുടെ അനിയത്തിമാരെയൊക്കെ എന്ന് പറയുകയാണ്. അപ്പോൾ ചാച്ചനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പോവാൻ ചാച്ച, ഇപ്പോൾ തൽക്കാലം ചാച്ചനിവിടെ നിൽക്ക്, ഞാൻ നാളെ വന്ന് കൊണ്ടുപോയിക്കോളാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചാച്ചൻ ഒരു വിധത്തിൽ സമ്മതിക്കുകയാണ്. ഈ സമയത്ത് രോഹിത് ചാച്ചനെ വീണ്ടും കളിയാക്കുന്നുണ്ട് കേട്ടോ. ചിന്നമ്മയെ വിട്ടിട്ട് ഇപ്പോൾ ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ വയ്യാതെയായില്ലേ ചാച്ചനെന്ന് ചോദിച്ചുകൊണ്ട്. ചാച്ചനപ്പോൾ രോഹിത്തിനെയും തിരിച്ച് കളിയാക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, നീ വന്നപ്പോൾ തുടങ്ങി എൻ്റെ കളിക്കാൻ തുടങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളും അലീനയും റാണിമോളും ഒക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അലീന വന്നതിൻ്റെ കളിയും ചിരിയും ആഹ്ലാദത്തിലൊക്കെയാണ്. അതിനിടയ്ക്കാണ് സ്റ്റാൻലി വന്നിട്ട് പോകാൻ തയ്യാറാവാൻ പറയുന്നത്. ഇത് കേട്ടതോടെ ജോസുട്ടിയും ദിയമോളൊക്കെ വല്ലാത്ത വിഷമത്തിലാവുകയാണ്. അലീന അപ്പോൾ അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, നിങ്ങളോടെ ഒപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ റാണി ആൻറ്റി എന്നും വരും എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയുകയാണ്, അത് അലീന ചേച്ചി ഉള്ളപ്പോൾ മാത്രമേ റാണി ആൻറ്റി വരാറുള്ളൂ, അല്ലെങ്കിലേ ചേച്ചി പോയി കഴിയുമ്പോഴേ റാണി ആൻറ്റി മുറിയിൽ കയറി വാതിലടച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന റാണിയെ വഴക്ക് പറയുന്നുണ്ട്, ആൻറ്റി എന്താ എപ്പോഴും ഇങ്ങനെ തന്നെ, ഞാൻ വരുമ്പോൾ ഇപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണോ ഈ സന്തോഷമൊക്കെ അഭിനയിക്കുന്നത്? നമ്മൾ കുട്ടികളെ സന്തോഷിപ്പിച്ചൊക്കെ നിൽക്കുന്നേ. റാണി ആൻറ്റിക്ക് അധികം വൈകാതെ തന്നെ ഒരു സന്തോഷമുള്ള വാർത്തയായിട്ടായിരിക്കും ഞാൻ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അലീനയോട് റാണി സ്വകാര്യത്തിൽ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞുമായിട്ടാണോ മോള് വരുന്നതെന്ന്.
അപ്പോൾ അലീന ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കണ്ട എന്ന് കരുതി അലീന പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റത്തില്ല ആൻറ്റി, അതിനെ നമ്മൾ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്. അതിൻ്റെ ആദ്യ സ്റ്റെപ്പിൽ പോലും നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി വരുമ്പോൾ എനിക്ക് പറയാൻ ഒരു കഥയുണ്ടാകും. അതൊരു പക്ഷേ അത് കേൾക്കുമ്പോൾ ആൻറ്റിക്ക് വളരെ സന്തോഷവുമായിരിക്കും എന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ റാണി പറയുന്നുണ്ട്, എനിക്കെന്തായാലും ആ കാര്യത്തിൽ നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുകയാണ്. സ്റ്റാൻലിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് റാണിക്കരികിലേക്ക് വരുന്നത്. റാണിയുടെ നെറുകിൽ തലോടിക്കൊണ്ടൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മോളുടെ സങ്കടങ്ങളൊക്കെ ഈ ചാച്ചൻ കാണുന്നുണ്ട്. ലാലിച്ചായൻ നിനക്കതിനുള്ളൊരു പോംവഴിയും നിനക്ക് ഉടനെ തന്നെ ഉണ്ടാക്കി തരുന്നൊക്കെ. അപ്പോൾ ലാലിച്ചായനും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ റാണിമോൾക്ക് അതിശയം തോന്നുകയാണ് കേട്ടോ. കാരണം റാണിമോളുടെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചാച്ചൻ ഇടപെടാറുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ചാച്ചൻ അതൊക്കെ ഏറ്റെടുത്ത പോലെ സംസാരിക്കുമ്പോൾ അവൾക്ക് ഒന്നും കൂടി പ്രതീക്ഷ കൂടാണ്. അവൾ ഉടനെ തന്നെ ലാലിച്ചായനെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് അവൾ പെട്ടെന്ന് കരഞ്ഞു പോവുകയാണ്. അപ്പോൾ ലാലിച്ചായൻ പറയുന്നുണ്ട്, നിന്നെ കരയിപ്പിക്കരുത്, നിൻ്റെ ജീവിതത്തിൽ വന്നു പോയ വിധിയെ തിരുത്തി എഴുതാൻ നിൽക്കണ്ടെന്നൊക്കെ ഈ ചാച്ചൻ പറഞ്ഞതല്ലേ മക്കളെ. ആരും ഈ ചാച്ചൻ്റെ വാക്കിനെ വിലവെച്ചില്ലല്ലോ. അതിൻ്റെ വിഷമം മാത്രമേ ചാച്ചനുണ്ടായിരുന്നുള്ളൂ. ഇനി എൻ്റെ മോളെ വിഷമിപ്പിക്കാതെ ചാച്ചൻ നോക്കിക്കോളാം. ടോണി വരികയാണെങ്കിൽ നീ അവനോട് സംസാരിക്കണം. അവന് നിന്നോടുള്ള എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊന്നും നീ വകവെക്കരുത്. കാരണം അവനൊരാണാണ്. അവൻ അതിൻ്റേതായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവൻ്റെ മനസ്സിലുണ്ടാകാം. അവനെ ചതിച്ചത് നമ്മളാണ് മോളെ, ഒരിക്കലും അവൻ നമ്മളെ ചതിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി നീ മനസ്സിൽ വെച്ചിട്ട് വേണം അവനോട് പെരുമാറാനൊക്കെ സ്റ്റാൻലി ആദ്യമായിട്ടാണ് റാണിമോളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വളരെ അതിശയത്തോടു കൂടി തൻ്റെ ലാലിച്ചായൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ലാലിച്ചായൻ അവളുടെ തല കുനിച്ച് നെറുകയിലൊരു ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, ഞങ്ങളിപ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് യാത്ര പറഞ്ഞ് രോഹിത്തിനെയും അലീനയെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. പോകുന്ന യാത്രയിൽ ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട്. ആൻ്റപ്പനോടായിട്ട് പറയുന്നുണ്ട്, ആൻ്റപ്പ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഒന്നും തയ്യാറാക്കണ്ട, നമുക്കുള്ള ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പോകുന്ന വഴിയിൽ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെന്നാത്തിനാ പപ്പ, നമുക്ക് അവിടെ ചെന്നിട്ട് ചപ്പാത്തിയും എന്തെങ്കിലും കറിയും ഉണ്ടാക്കാന്നേ, എന്നാത്തിനാ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നതെന്ന്. അപ്പോൾ അലീനയോട് സ്റ്റാൻലി പറയാണ്, ഇവിടെ നിന്നിപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ചെന്ന് നീ കിച്ചണിൽ കയറുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന്. അങ്ങനെ അവർ അവിടെ നിന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്ത് സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, അല്ല നാളെ പോകുമ്പോൾ ഇവനെയും കൂടി കൊണ്ടുപോകാൻ നീ തയ്യാറാണോ? എന്നോട് പറഞ്ഞിരിക്കുന്നത് കാറിൽ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും എന്നൊക്കെയാണ്. എന്താണ് നിൻ്റെ തീരുമാനം എന്ന് അലീനയോട് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, ഞാനായിട്ട് എന്തായാലും ഇവനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ പാപ്പ. ഇവനെ ആൾ തീരെ ശരിയല്ല. അതെനിക്ക് പിന്നീടല്ലേ മനസ്സിലായത്. ഇവനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാനേ എത്ര തന്നെ വന്നാലും നടക്കുന്ന കാര്യമല്ല. എന്നെ പറ്റിച്ച രണ്ടും കൂടി ഒന്നിക്കുന്നതേ എനിക്ക് കാണുക വേണ്ടെന്നൊക്കെ അലീന കുറച്ച് സീരിയസ് ആയിട്ടും എന്നാൽ കുറച്ച് ഇവനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പപ്പ പറയുകയാണ്, ഈ തവണത്തേക്ക് വിട്ടുകൊടുത്തേക്കുന്നേ, പാവങ്ങൾ ഒന്നും അറിയാത്ത പിള്ളേരല്ലേ, നമുക്കങ്ങ് ക്ഷമിച്ചു കൊടുക്കാന്നേ. ഉടനെ തന്നെ സ്റ്റാൻലി രോഹിത്തിനോട് പറയുന്നുണ്ട്, ദേ അവിടെ ചെന്നിട്ടേ നീ അവളെയും വിളിച്ച് വല്ല കിന്നരിക്കാനെങ്ങാനും മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പോരുന്ന വഴിയിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ടിട്ട് ഞാൻ പോരും. ഇതേ അലീന കൊച്ചിന് ഞാൻ കൊടുക്കുന്ന വാക്കാ. എവിടെയെങ്കിലും കാറിൽ മുക്കിലും മിണ്ടാതെ കയറിയിരുന്നോളണം. അവിടെ ചെന്നിട്ട് ആരോട് സംസാരിച്ചാലും രേവതിക്കുട്ടിയോട് മാത്രം നിനക്ക് സംസാരിക്കാനുള്ള അനുവാദം ഞങ്ങൾ രണ്ടാളും തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ദേ രണ്ടാളും കൂടി എന്നെ പറ്റിക്കാനുള്ള വല്ല പരിപാടിയാണ് ഇട്ടിരിക്കുന്നതെങ്കിലേ ഞാൻ അച്ഛനെ വിളിച്ച് പറയും, നാളെ തന്നെ നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. അവിടെ ചാച്ചനോടും പറഞ്ഞിട്ടുണ്ട് പപ്പ നീ നാളെ പോവുകയാണെന്ന്. പിന്നെ അത് ചാച്ചനെ ഒരു വിഷമാവും, ചാച്ചനെ നമ്മളെല്ലാവരും പറ്റിച്ചു എന്ന്.
അലീനയുടെ മുഖത്ത് നോക്കിയപ്പോൾ രോഹിത് ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, എന്തൊരു ദുഷ്ടയാണെന്ന് നോക്കിയേ ചേച്ചി, എത്ര പെട്ടെന്നാണ് ചേച്ചിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയത്. അവിടെ നിന്ന് പോരുന്നത് വരെ ഒരു പാവത്താൻ്റെ പോലെ നിന്നതാ. ഇവിടെ വന്ന് പട്ടാളക്കാരനായ പപ്പയൊക്കെ കിട്ടിയപ്പോൾ വലിയ ആളായി മാറിയിരിക്കുന്നു എന്നൊക്കെ സ്റ്റാൻലിയെയും അലീനയെയും നിർത്തിക്കൊണ്ട് തന്നെ രോഹിത് ഇങ്ങനെ പറയുകയാണ്. സ്റ്റാൻലി അപ്പോൾ ഇവരെ രണ്ടാളുടെയും കുസൃതികളൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, നീ രേവതി കുട്ടിയോട് നാളെ നമ്മൾ ചെല്ലുന്ന കാര്യം വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പപ്പ ആദ്യമായിട്ടല്ലേ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവർക്ക് പപ്പയെയും അറിയാം എന്നെയും അറിയാം. നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും അവർ കണ്ട് നമ്മളെ ഒന്ന് ഞെട്ടട്ടേന്നേ. എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പോകണുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി രോഹിത്തിനെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഡാ നീ എങ്ങാനും സർപ്രൈസ് എങ്ങാനും പൊട്ടിച്ചോ, അവൾക്ക് അപ്പം തന്നെ നീ മെസ്സേജ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്തും ഇങ്ങനെ വലിയ അഹങ്കാരത്തിലൊക്കെ ഇങ്ങനെ പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന്. ഇത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട്, നീ ഇപ്പോൾ തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്ക് സർപ്രൈസ് വേണോ വേണ്ടയോ എന്നൊക്കെ പോകുന്ന വഴിയിൽ ഞാൻ തീരുമാനിച്ചോളാം. വല്ല ബസ് സ്റ്റോപ്പും കണ്ടാലേ അവിടെ അങ്ങ് ഇറക്കി വിടും. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി കയറിക്കൊള്ളണം. നമ്മുടെ വീട്ടിലേക്കുള്ള ഏതെങ്കിലും ബസ് വരും ആ വഴിക്ക്, അതിൽ കയറി അങ്ങ് നീ കുടുംബത്തേക്ക് എത്തിയാൽ മതി. ഓ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തും അവൻ കിടക്കാനുള്ള റൂമിലേക്ക് പോവുകയാണ്. അലീനയും സ്റ്റാൻലിയും ഒക്കെ പോകുന്നുണ്ട്. സ്റ്റാൻലി അതേ സമയത്ത് അവരെ രണ്ടാളോട് പറയുന്നുണ്ട്, നേരത്തെ തന്നെ എഴുന്നേൽക്കണം, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ളതാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അവിടെ മറ്റൊരു ദിവസം പുലരെയാണ്. അതിരാവിലെ തന്നെ മൂവരും പോവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ രോഹിത്തും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് അവൻ ഇറങ്ങുന്നത്. ഇത് കാണുന്ന അലീന ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ സീരിയസ് ആയിട്ടൊന്നും പോവുകയാണോ എന്ന് അവൾ വളരെ വിഷമത്തോട് കൂടി ചോദിക്കുകയാണ്. ഇത് കാണുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീയല്ലേ അവനോട് ഇന്ന് തന്നെ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞത്. അത് ഞാൻ തമാശ പറഞ്ഞതാണെന്ന് അവന് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അല്ലേടാ എന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അവിടെ നിന്ന് പോരുന്ന വഴിയിൽ നമുക്ക് ഊബർ എങ്ങാനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അവിടെ നിന്ന് ഒന്ന് ടിസ്റ്റ് ചെയ്ത് പോയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി ബാംഗ്ലൂരിൽ നിന്ന് ലീവിന് വരുമ്പോൾ ചേച്ചിയെ കാണാൻ വരാം. അതിനിടയിൽ ചേച്ചി ബബ്ദയെയും കൃഷ്ണമോളെയും ഒന്ന് കണ്ടേക്കണേ. അവർ ചേച്ചിയെ കാണാതെ വല്ലാത്ത വിഷമത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമാവുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛൻ വിളിച്ചപ്പോഴും നീ ഇന്ന് വരില്ലെന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല ചേച്ചി, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് നിൽക്കാമല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ മൂവരും ആൻ്റപ്പനോട് ഒരു ദൂരയാത്ര പോവുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്ര തിരിക്കുകയാണ്. ആൻ്റപ്പനോടും പൗലോച്ചായനോടും ഒക്കെ ചെന്നിട്ട് രോഹിത്ത് യാത്ര പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവും. ഞങ്ങളിപ്പോൾ പോകുന്ന ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് ഞാനുണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട്, നീ വന്നപ്പോൾ നിന്നെ കണ്ടപ്പോൾ വലിയ കുറുമ്പനാണെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ നീ നിൻ്റെ ചേച്ചിയെ പോലെ തന്നെ പാവമാണല്ലോ എന്നൊക്കെ ആൻ്റപ്പനും അവനോട് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പാവങ്ങളാണെന്നേ എന്ന് പറയുകയാണ്. അപ്പോൾ ആൻ്റപ്പൻ അവനോട് പറയുന്നുണ്ട്, അവിടെ പോയിട്ട് കൂട്ടുകെട്ടിലൊന്നും ചെന്ന് ചാടരുത്, പഠിക്കാനാണ് പോകുന്നത്, നല്ല രീതിക്ക് പഠിക്കണം, നല്ല മകനായിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് അവരെ യാത്ര അയക്കാണ്. മൂവരും എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. യാത്ര മധ്യേ രോഹിത്തിനോടായിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കൊരു കഥ പറഞ്ഞു തരാമെന്ന്. ഇത് കേൾക്കുന്ന അലീന ഇവരെ രണ്ടുപേരെയും മാറി നോക്കുന്നുണ്ട്, ഞാനറിയാത്ത എന്ത് കഥയാണ് ഇവന് പറയാനുള്ളതെന്ന്. അപ്പോൾ സ്റ്റാൻലി വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ മിണ്ടാതിരിക്കുന്നത്, ചേച്ചിയുള്ള കാരണമാണോ എന്ന്. അപ്പോൾ രോഹിത്തിന് ആകെപ്പാടെ ഒരു ചമ്മലായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞു തരാം മിണ്ടാതിരിക്കുന്നൊക്കെ. അപ്പോൾ സ്റ്റാൻലിക്ക് ഇതൊക്കെ മനസ്സിലായിട്ടും സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്താടാ കഥകളി കാണിക്കുന്നത്, നീയല്ലേ എന്നോട് പറഞ്ഞത് എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. ഇന്നലെ നീ എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഇനി ഞാനും പറയാൻ പോണേ. ഏതെങ്കിലും ബസ് സ്റ്റോപ്പ് കണ്ടാൽ അവിടെ ഇട്ടിട്ട് ഞാൻ പോവും
എൻ്റെ പൊന്നങ്കിളെ, എന്നിപ്പോൾ തൽക്കാലം ഒന്ന് വെറുതെ വിട്. നമുക്കേ കഥയൊക്കെ പിന്നെ പറഞ്ഞുതരാം. അങ്കിളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. ഞാനേ ബാംഗ്ലൂർ ചെന്നിട്ട് വെറുതെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് അങ്കിളിനെ വിളിച്ചിട്ട് A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബസ് സ്റ്റോപ്പിൽക്കുള്ളത് തന്നെയായിരിക്കും. എൻ്റെ അങ്കിൾ ഇവിടെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഡോറോട് കൂടി ചിലപ്പോൾ ചേച്ചി എന്നെ തള്ളി പുറത്തേക്കിടും. ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കുക അങ്കിളെ എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സ്റ്റാൻലിക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ഇവനോട് പറയുന്നുണ്ട്, നീയപ്പോൾ വാക്ക് പാലിക്കാത്ത ആളാണ് കേട്ടോ. എന്നെ പറഞ്ഞ് പറ്റിച്ച് എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോൾ നീ കാല് മാറിയിരിക്കുന്നു അല്ലേ? ഇല്ല അങ്കിളെ, ഉറപ്പായിട്ടും അങ്കിളിനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ രോഹിത് പറയുമ്പോൾ സ്റ്റാൻലി ശരി ശരി സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അലീന അപ്പോൾ രോഹിത്തിനെ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ യാത്രയിൽ രേവതിക്കുട്ടിയെക്കുറിച്ചിട്ടും ചിന്നുകുട്ടിയെക്കുറിച്ചിട്ടും അലീനയെക്കുറിച്ചിട്ടും സ്നേഹനികേതനത്തെക്കുറിച്ചിട്ടൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കയ്യിൽ രേവതിക്കുട്ടിയെ കിട്ടുന്നത്. ഒരു 3 മാസം പ്രായമുള്ളപ്പോഴാണ് ചിന്നുകുട്ടിയെ കിട്ടുന്നത്. ചിന്നുകുട്ടിയുടെ എല്ലാമായിരുന്നു രേവതിക്കുട്ടി. ചിന്നുമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും രേവതിക്കുട്ടി തന്നെയാണ്. എനിക്ക് നോക്കാനായിട്ട് അവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അലീന ഇങ്ങനെ ഒരേന്ന് ഓർത്തെടുത്ത് അവളുടെ സന്തോഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴേ തനിക്ക് സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ തൻ്റെ പപ്പയോട് പറയുകയാണ്. അപ്പോൾ പപ്പ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും ഒക്കെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന്. അപ്പോൾ അലീന പറയാണ്, അവരൊക്കെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു 5-6 പേരെ 2 ഇടത്തേക്കായിട്ടാണ് മാറ്റിയത്. അല്ലാതെ നമുക്ക് വേറൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ കുട്ടികളെയും മറ്റൊരു ഓർഫനേജുകളിലേക്ക് മാറ്റുകയായിരുന്നു. അവരെയൊന്നും അങ്ങനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ചിന്നുമോളുടെ കാര്യവും. പക്ഷേ ചിന്നുമോളെ മാത്രം മറ്റൊരു പ്രത്യേക ഓർഫനേജിലോട്ടാണ് മാറ്റിയത്. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടെന്നും അതൊക്കെ മദർ സുപ്പീരിയറിന് അറിയാമെന്നുമാണ് ബ്രിജിത മമ്മി പറഞ്ഞത്. എല്ലാം പറയുന്ന ബ്രിജിത മമ്മി അത് എന്നോടും മറച്ചു വെച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ എന്നോടും പറയുമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അതൊക്കെ ഞാനെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അലീന പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ അതിശയത്തോടു കൂടി ഇങ്ങനെയൊക്കെ ആണല്ലോ ഇവരുടെ ജീവിതം എന്ന് ആലോചിച്ച് വളരെ വിഷമത്തോടു കൂടി തന്നെ അലീന പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചിരിക്കുകയാണ് സ്റ്റാൻലിയും രോഹിത്തും. അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരത്തിനും കഥയും ഓരോ ചായയുമൊക്കെ ഇടയിലായിട്ട് അങ്ങനെ സമയങ്ങൾ കടന്നു പോവേ അവർ എറണാകുളത്ത് എത്തിച്ചേരുകയാണ്. രേവതിക്കുട്ടിയുടെയും മാമച്ചായൻ്റെയും ഗ്രേസമ്മയും താമസിക്കുന്ന ആ വലിയ വീടിന് മുമ്പിൽ സ്റ്റാൻലിയുടെ കാറ് ചെന്ന് നിൽക്കുകയാണ്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ശുഭരാത്രി.